നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനഘ. ആദ്യം പ്രധാന വാർത്തകൾ. ചിറയൻകീഴിലും ചടയമംഗലത്തും NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കും. രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചാണ് അനൂപിന്റെ രാജി. 50 വർഷമായി ഹിന്ദു പ്രതിനിധിയല്ലെന്ന് ആരോപണം. അമ്പലക്കൊള്ളക്കാരിൽ നിന്നും ഗുരുവായൂരിനെ മോചിപ്പിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി. വേട്ടയാടിയവർക്ക് ജനങ്ങൾ മറുപടി നൽകും. വികസന തുടർച്ചയ്ക്കായി LDF ജയം അനിവാര്യമെന്നും സ്ഥാനാർത്ഥി. കണ്ണൂരിലെ പ്രചാരണത്തിന് ആവേശം പകരാൻ മുൻ മേയർ. സീറ്റ് നിഷേധിക്കപ്പെട്ട സുധാകരന്റെ പിന്തുണ ഉറപ്പാക്കി UDF സ്ഥാനാർത്ഥി. ചെർപ്പുളശ്ശേരിയിൽ മൗലവി അബ്ദുൽ ഷുക്കൂർ ഖാസിമി അന്തരിച്ചു. പ്രസംഗത്തിനിടെ ഹൃദയാഘാതം സംഭവിച്ചതെന്ന് പ്രാഥമിക നിഗമനം. വാർത്തകൾ വിശദമായി. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിക്ക് പിന്നാലെ 2 കോൺഗ്രസ് നേതാക്കൾ BJPയിൽ. 2021 ചിറയൻകീഴിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന VS അനൂപും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി RS അരുൺരാജുമാണ് BJPയിലെത്തിയത്. ഇരുവർക്കും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. VS അനൂപ് ചിറയൻകീഴിലും അരുൺരാജ് ചടയമംഗലത്തും NDA സ്ഥാനാർത്ഥികളാകും. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു VS അനൂപ്. KPCC നിർവാഹക സമിതി അംഗമായിരുന്നു അരുൺരാജ്. രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് VS അനൂപ് കോൺഗ്രസ് വിട്ടത്. പ്രാദേശിക എതിർപ്പ് മറികടന്ന് തീരുമാനം എടുത്തെന്നാണ് പരാതി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വർഗീയ പരാമർശം നടത്തി BJP സംസ്ഥാന ഉപാധ്യക്ഷനും ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥിയുമായ B ഗോപാലകൃഷ്ണൻ. 48% ഹൈന്ദവ ജനസംഖ്യയുള്ള ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു MLA ഇല്ലെന്നും ഇടത് വലതു പക്ഷങ്ങൾ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നില്ലെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച വീഡിയോയിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ എന്തുകൊണ്ട് ഹിന്ദു MLA ഉണ്ടായില്ല? കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ നിന്നും ഗുരുവായൂരപ്പന്റെ നടയിലേക്കുള്ള എന്റെ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി അമ്പലക്കൊള്ളക്കാരുടെ തടവറയിലായ ഗുരുവായൂരിന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ആറന്മുളയിൽ ജയം അനിവാര്യം. താൻ ഒരിക്കലും വിയർക്കില്ലെന്ന് വീണ ജോർജ് പറഞ്ഞു. താൻ ജനിച്ചു വളർന്ന മണ്ണാണ് പത്തനംതിട്ട. തന്നെ നാട്ടുകാർ എല്ലാവരും കരുതലോടെ ചേർത്തു പിടിക്കുന്നു. വളരെ സന്തോഷത്തോടെയാണ് വോട്ടർമാരിലേക്ക് എത്തുന്നത്. ഇലക്ഷനിൽ നല്ല പോരാട്ടം തന്നെ നടത്തുമെന്നും വീണ ജോർജ് വ്യക്തമാക്കി. വികസന തുടർച്ചയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യമാണ്. സത്യപ്രതിജ്ഞ ചെയ്ത സമയം മുതൽ തന്നെ വേട്ടയാടി. ഏതൊക്കെ തരത്തിലാണ് എന്നെ ആക്രമിച്ചത്? കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമം നടത്തി. അവളുടെ മുഖം കറുപ്പിക്കുമെന്ന് പരസ്യമായി യൂത്ത് കോൺഗ്രസ് വെല്ലുവിളിച്ചു. ഒരു വിയർപ്പും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തിരഞ്ഞെടുപ്പിലുണ്ടാകില്ല. കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി TO മോഹനൻ മുൻ KPCC പ്രസിഡന്റ് K സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയാണ് മോഹനൻ സുധാകരന്റെ വീട്ടിലെത്തിയത്. K സുധാകരന്റെ പിന്തുണയും അനുഗ്രഹാശിസ്സുകളും വാങ്ങുന്നതിനാണ് മോഹനൻ സുധാകരന്റെ വീട്ടിലെത്തിയത്. കണ്ണൂരിലെ മുൻ മേയറാണ് TO മോഹനൻ. ചെറുപ്പുളശ്ശേരിയിൽ ചെറിയ പെരുന്നാൾ ഖുതുബയ്ക്കിടെ ഇമാം പള്ളിയിൽ കുഴഞ്ഞു വീണു മരിച്ചു. തൃക്കടീരി ആറ്റാശ്ശേരിയിലെ ഇസ്ലാമിക് സർവീസ് സൊസൈറ്റി ജുമാ മസ്ജിദ് ഇമാം മൗലവി അബ്ദുൽ ഷുക്കൂർ ഖാസിമിയാണ് മരിച്ചത്. ചെറിയ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു ഖുതുബ പ്രസംഗം നിർവഹിച്ചു കൊണ്ടിരിക്കെയാണ് ഹൃദയാഘാതമുണ്ടായത്. പള്ളിയിലുള്ളവർ പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. മൗലവി അബ്ദുൽ ഷുക്കൂർ ഖാസിമി തൊടുപുഴ സ്വദേശിയാണ്. ഭാര്യയും ഒരു മകനുമുണ്ട്.